കേരളത്തിൽ പെൻഷൻ മുടങ്ങിയിട്ടേയില്ല. കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലേ? പക്ഷെ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങിയ മറിയക്കുട്ടി ചേച്ചിയോട് ഇത് പറഞ്ഞാൽ അവർ നല്ലത് പറയും. 10 വർഷമായി പെൻഷൻ കൃത്യമാണെന്ന് സർക്കാർ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ സത്യം മറ്റൊന്നാണെന്ന് സാധാരണക്കാരന്റെ ഒഴിഞ്ഞ കീശകൾ വിളിച്ചു പറയാറുണ്ട്. എന്തായാലും സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. പിണറായി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കേരള സർക്കാരിന്റെ ഔദ്യോഗിക പേജുകളിൽ വരുന്ന ഇത്തരം പ്രഹസനങ്ങൾ പലപ്പോഴും വസ്തുതകളെക്കാൾ ഉപരി സർക്കാരിന്റെ പ്രതിച്ഛായ മെനുക്കാനുള്ള ശ്രമങ്ങളായി മാറുകയാണ്. ഇതിൽ ഏറ്റവും പുതിയതാണ് കഴിഞ്ഞ 10 വർഷമായി പെൻഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന അവകാശവാദം. അന്ന് 85 വയസ്സുള്ള മറിയക്കുട്ടി എന്ന വയോധിക അടിമാലിയിൽ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങിയത് 6-7 മാസത്തെ പെൻഷൻ മുടങ്ങിയതുകൊണ്ടാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ലക്ഷക്കണക്കിന് ആളുകൾ മാസങ്ങളോളം പെൻഷൻ ലഭിക്കാതെ വലഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. 2018 പ്രളയകാലത്തും പിന്നീട് കോവിഡ് കാലഘട്ടത്തിന് ശേഷവും പെൻഷൻ വിതരണത്തിൽ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഇതായി കഴിഞ്ഞ വർഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടാണ് പല കുടിശ്ശികയും തീർത്തുവരുന്നത്. പലപ്പോഴും 3 മുതൽ 6 മാസം വരെയൊക്കെ കുടിശ്ശിക വരുത്തിയിട്ടാണ് ഒന്നിച്ചുള്ള വിതരണം നടക്കാറുള്ളത്. അതും പലപ്പോഴും അയറ് പൊടിച്ചിട്ട് സാധാരണക്കാരൻ. രസകരമായ കാര്യം എന്താണ്? തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഈ തടസ്സങ്ങളെല്ലാം മാറും. പെൻഷൻ തുക മാന്ത്രികമായി അക്കൗണ്ടിലേക്ക് എത്തും. നമ്മുടെ തന്നെ നികുതി പണം ഉപയോഗിച്ച് കോടികളുടെ PR വർക്ക് നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരത്തിലുള്ള രീതിക്ക് ഒരു മയൊക്കെ വേണ്ടേ? പാവപ്പെട്ടവന്റെ പെൻഷൻ മുടക്കി PR ഏജൻസികൾക്ക് പണം നൽകുന്നതാണോ കേരള മോഡൽ? കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്ന് പല്ലവി പാടുമ്പോഴും ആഡംബരങ്ങൾക്കും PR വർക്കുകൾക്കും സർക്കാർ കോടികൾ ഒഴുക്കുന്നു. എന്തായാലും ഈ തള്ളൽ കുറച്ചധികം ഉണ്ട്. നമ്മൾ അതൊന്നും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും പറയാൻ ഭയക്കുന്ന സകല സത്യങ്ങളും പിണറായി സഖാവിന് നമ്മൾ പറഞ്ഞു കൊടുക്കും. എക്സ്പാർട്ടിൽ കാണാം.